ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഞങ്ങൾ ഇന്ന് എൻ്റെ ബ്രദറാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലോട്ട് പോവാണ്. കാരണം നാളെ ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ അവിടുന്ന് വാങ്ങാൻ വേണ്ടിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടി എടുത്ത് ചെറിയൊരു കറക്കം. ആ കറക്കത്തിൽ ഞങ്ങൾ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. ഹരിപ്പാട് അമ്പലത്തിലെ ഉത്സവത്തിലും പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകും. അങ്ങനെ കുറച്ച് ചെറിയൊരു മിനി വ്ളോഗ്. സോ ഞങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അവനാണ് പറയുന്ന ബാക്കിന് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. അത്യാവശ്യം പെർഫെക്റ്റ് ആണെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. കാരണം പെർഫെക്റ്റ് അല്ലെങ്കിലും ഇത് സ്റ്റാർട്ടിങ് അല്ലേ. പിന്നെ അവനും ആദ്യം ഭയങ്കര ഷൈ ആയിരുന്നു, എൻ്റെ പോലെ തന്നെ വീഡിയോയിലോട്ടൊക്കെ വരും. പിന്നെ ലാസ്റ്റ് അവൻ സ്വന്തമായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന നിങ്ങൾ കണ്ടില്ലേ. സോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഹരിതാപവും പച്ചപ്പും ഒക്കെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ അങ്ങോട്ട് പോവുകയാണ്. ഫൈനലി ഞങ്ങൾ അമ്മയുടെ വീട്ടിലെത്തി. ഇതാണ് ഏബൽ. ഏബൽ ഞങ്ങളുടെ ഏറ്റവും ഇളയ ബ്രദറാണ്. അങ്ങനെ എല്ലാവരും കണ്ട് സംസാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ അടി കാര്യങ്ങൾ, അങ്ങനെ സമയങ്ങളൊക്കെ പൊക്കോണ്ടേയിരുന്നു. എന്ത് മുട്ടായി? എന്ത് മുട്ടായി മേടിക്കാനാ? എന്റെ പല്ലിന്റെ പുഴുവാണല്ലോ. എന്റെ പല്ലെല്ലാം പുഴു കാണിച്ചു. പല്ല് പുഴുത്തിരിക്കുന്ന കാണിച്ചു. ഇങ്ങനാണോ പോകുന്നത്? എടുക്ക്, നിനക്ക് വേണമെങ്കിൽ എടുക്കും. എടുക്കെടുക്ക്, നിനക്ക് വേണം. അങ്ങനെ ഏബിളിൻ്റെ ആരോടെയും പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. അവന്മാർ വണ്ടിയുടെ പുറകിലുണ്ടായിരുന്നു. വണ്ടിയിൽ വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എടാ, ഇത് വരയ്ക്കുന്ന എന്തോ സംഭവം കേട്ടോ. 50 രൂപയുടെ കിൻഡർ ജോയ്ക്കകത്ത് 5 രൂപയുടെ കളിപ്പാട്ടം. അൺബോക്സിംഗ് ലേബല് ഞാൻ നോക്കി തരാം. അവനെ പറ്റിച്ചതാ. കിൻഡർ ജോയ്ക്കാരെ അവനെ പറ്റിച്ച്. ഇതെന്ത് ഒരു ബോൾ ഉണ്ടാക്കുന്നേ. ഈ സംഭവത്ത് തുറന്നെടുക്കാൻ പറ്റും. അങ്ങനെ കൊള്ളാം. ചെറിയ സാധനമാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. നാണമില്ലേടാ സെബിന്? അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് അമ്മച്ചിക്ക് ഒരു ടാറ്റയൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലിട്ട് വന്നു. ഹലോ ഗൈസ്, വാട്സ്ആപ്പ്. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ കേട്ടോ. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വീട്ടിൽ ഏൽപ്പിച്ച് തിരിച്ച് ഞങ്ങൾ ഹരിപ്പാട്ടോട്ട് പോവുകയാണ്. അൻസുവാനി വന്നിട്ടുണ്ട്. അൻസുവാൻ്റെ 2 ട്രോളിലൊക്കെ ട്രോളി. ഇപ്പോൾ ബൈപ്പാസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇത്രയും തിരക്ക് കാണുന്നത് റോഡിൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ട്. എംലാനിൻ്റെ അവിടെ നിന്ന് വൺവേയുടെ അവിടെ നിന്ന് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടോട്ട് പോവുകയാണ്. ഭയങ്കര തിരക്കാണ്. കാരണം അമ്പലത്തിൽ ഉത്സവം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. പിന്നെ ഇത് വൺ വേ ആണ്. വൺ വേ ആയതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വണ്ടി പോകുന്നുണ്ട്. കാരണം റോഡ് പണിയായതുകൊണ്ട് ആൾക്കാർക്ക് പോകാൻ സ്പേസും കാര്യങ്ങളും ഇല്ല. റോഡ് ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട്. സോ ഇവിടെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ എത്താറായി. ഫൈനലി നമ്മൾ സൂപ്പർ മാർക്കറ്റിലെത്തി. അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾ എവിടൊക്കെയാണെന്നൊക്കെ പോയി നോക്കി. നാളെ ബിരിയാണിയാണ്, അപ്പം എന്തായാലും ഇത് വേണം. ഭയങ്കര വില നോക്കിയിട്ട് ഒന്നും ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. സോ അതൊക്കെ കഴിഞ്ഞ് ബിരിയാണി അരിയൊക്കെ തൂക്കി. നാളെ ബിരിയാണിയാണ്. പപ്പടവും അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ ഏതാണ്ടൊക്കെ നോക്കുന്നു. അറിയത്തില്ല എന്താന്ന്. അങ്ങനെ പെട്ടെന്ന് ധൃതിയിൽ ഞങ്ങൾ ബില്ലടിക്കാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇവിടോട്ട് പോകണം. ഹരിപ്പാട് അമ്പലത്തിലോട്ട് പോകണം. സോ അതിൻ്റെ തിരക്ക്. റോഡ് ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ വണ്ടി എവിടെ കൊണ്ടുവന്ന് വെക്കുമോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ. കാരണം ആകെപ്പാട് ധൃതി. ഭയങ്കര ചൂട്. ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. റോഡ് പണിയും കൂടെ ആയതുകൊണ്ട് അവിടെ നിന്നും കൂടെ ഉള്ള ചൂട് ഉള്ളതുകൊണ്ട് പറ്റുന്നില്ല.
സോ ഫൈനലി ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി, വേണ്ടതെല്ലാം വാങ്ങി, പൈസയൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഒരു ഒത്തിരി കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ നൈറ്റ് ടൈമൊന്നും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പം വണ്ടി എടുത്തു, ലൈസൻസ് ഒക്കെ ഉള്ളതുകൊണ്ട്, വണ്ടി എടുത്തില്ല, ലൈസൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് വീട്ടിലെ വണ്ടിയോട് ഇങ്ങനെയൊക്കെ വരാൻ പറ്റി. നമ്മൾ അമ്പലത്തിലൊക്കെ കയറി, ഭയങ്കര തിരക്ക്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ച് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് പാൽസർബത്ത് കടയിലോട്ട് പോയി. ഞങ്ങൾ അവിടെ ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. സോ പിന്നീട് അതിൻ്റെ വീഡിയോ ഒക്കെ ഇടാം. സോ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.